നമ്മൾ കഴിഞ്ഞ ദിവസം ഗൂഗിൾ മാപ്പിനകത്ത് നമ്മളധികം ആളുകളും അറിയാത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 5 ഫീച്ചർ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ മാപ്പിനകത്ത് നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോയി കഴിഞ്ഞാൽ യാത്ര പോകുന്ന സ്ഥലം കൃത്യമായിട്ട് നമുക്കതിൻ്റെ ആ സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് നമുക്ക് യാത്ര പോകാൻ സാധിക്കും. സാധാരണ നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പം ആ സ്ഥലത്തേക്ക് നമുക്കതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോകണം. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഏതാണോ സ്ഥലം ആ സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങൾ ഫോട്ടോകൾ കണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി വഴി കണ്ടെത്തി എവിടേക്കാണോ പോകാനുള്ളത് അവിടേക്ക് കൃത്യമായിട്ട് നമുക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ ഒരു വീടാണെങ്കിൽ ആ വീട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഷോപ്പാണെങ്കിൽ ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു റോഡിലൂടെ യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ ആ റോഡിൻ്റെ ദൃശ്യങ്ങൾ ഇരുഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ ഗൂഗിൾ മാപ്പിനകത്തുണ്ട്. നമ്മളിന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗൂഗിൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് യാത്ര പോകാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്കതിന് തൊട്ടടുത്ത് ഷോപ്പിൻ്റെ പേരോ ഷോപ്പോ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡ് ഭാഗമോ അല്ലെങ്കിൽ വീടാണെങ്കിൽ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റാരോടും ചോദിക്കാതെ തന്നെ ഗൂഗിൾ മാപ്പിൽ ആ ഫോട്ടോയും ദൃശ്യങ്ങളും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് യാത്ര പോകാൻ സാധിക്കും. അതെങ്ങനെ കാണിച്ചുതരാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ മാപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഫീച്ചറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ജസ്റ്റ് കൊണ്ടോട്ടി എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത്, ഒരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു ഷോപ്പാണെങ്കിൽ ഷോപ്പിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യുമ്പം താഴെ നിങ്ങൾക്ക് ആ ഒരു സ്ഥലവും അല്ലെങ്കിൽ ആ ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോകളും വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പക്ഷേ ഇതെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ നിൽക്കുക. ഈ കാണുന്ന നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബോക്സിൽ ഒരു ഇമേജ് ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൊണ്ടോട്ടി. ഞാനിപ്പോൾ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിന് തൊട്ട് മുന്നിലുള്ള ആ റോഡ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ റോഡ് ഇതാണ്. നമുക്കൊരു ഷോപ്പാണ് നമ്മൾ തരുന്നെങ്കിൽ ഇത് റോഡിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്ക് കാണും. ഇതാ വലത്തോട്ടും ഇടത്തോട്ടും ഒരു ആരോ മാർക്ക് കാണും. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് നിന്ന് നമുക്ക് കുറേ അങ്ങ് മുന്നോട്ട് പോയി ആ റോഡിൻ്റെ പല സ്ഥലവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്തപ്പം ഇത് ആ റോഡിൻ്റെ നമുക്ക് ആ ടൗൺ ഏരിയയിലെ റോഡും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സിഗ്നൽ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ യു ടേൺ തിരിയുന്ന ഭാഗം അല്ലെങ്കിൽ റൗണ്ട് ബോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇതുപോലെ കാണാൻ സാധിക്കും. 3 രീതിയിലുള്ള ആരോ മാർക്ക് കാണും. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടതെങ്കിൽ ആ ഭാഗം ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് മാറും. ഇങ്ങനെ നമുക്ക് ഈ ആരോ മാർക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിപ്പോൾ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഈ ആരോ മാർക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇനി പോകുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഏതൊക്കെ ഷോപ്പാണുള്ളതെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഇതുപോലെ വിരലുകൊണ്ട് സ്വൈപ്പ് ചെയ്ത് ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി. ഷോപ്പിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ആരോ മാർക്കിൽ നിന്ന് മുന്നോട്ടുള്ള ആരോ മാർക്കിൽ നിന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് ആ സ്ഥലം വരെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടേക്കുള്ള വഴികളും അതുപോലെ തന്നെ ആ ഷോപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ നീക്കി പോകുന്ന സമയത്ത് താഴെ ഭാഗത്ത് നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങൾ കാണാം. അപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ദൂരത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ ടൗണുകൾ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ അങ്ങാടിയും ഓരോ ടൗണുകളും നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വാഹനത്തിൽ യാത്ര പോകുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ വെച്ച് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി ഓരോ ടൗണുകളും സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി അതിന് തൊട്ടടുത്ത് ഏതെങ്കിലും ഷോപ്പുകളുണ്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ടോ ഒക്കെ കണ്ടെത്തി നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ദൃശ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് അത് നമുക്ക് സഞ്ചരിക്കാതെ തന്നെ യാത്ര ചെയ്ത് മൊബൈലിലൂടെ യാത്ര ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി വേണമെങ്കിൽ അവിടെ നിന്ന് കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താനൊക്കെ സാധിക്കും. ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.